ഞങ്ങളിതാ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എന്താ ബേട്ടാബ് വാലി, അതാണ് അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല ക്രൗഡാട്ടോ, അവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ അതാ മുന്നിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോയി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് പ്ലേസ്. എൻട്രൻസ് ഫീ ഉണ്ട്. ഇല്ല, പിന്നെ അതാ ഞങ്ങളെ മുന്നിൽ ഒരാളെ കാണാം. അത് ഏട്ടനല്ല, വേറൊരു ചെങ്ങയുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ വേഗം തുടങ്ങിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ വെള്ളത്തിൽ കൂടെ ഇവിടെ കുതിരപ്പുറത്ത് പോവാം, അതിന് വേണ്ടിയിട്ട്. അടിപൊളി പ്ലേസ് കേട്ടോ അതൊക്കെ. അടിപൊളി. ഞങ്ങളിതാ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ചോലുള്ള സ്ഥലം എവിടെ എന്ന് നോക്കി നടക്കുകയാണ്. ഓക്കെ, ഇതാ അപ്പോൾ ഇതാ ഞങ്ങൾ കുഞ്ഞാപ്പി കഞ്ഞി കുടിക്കട്ടോ പെൽഗാമിലാണുള്ളത്. ഇവിടെ ഏതോ സ്ഥലം ഞാൻ നേരെ പറഞ്ഞല്ലോ, അവിടെയാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ലഗേജാണ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാവരും ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കട്ടോ ചെയ്യുക. കണ്ടോ, ഇവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ട്. പിന്നെ അങ്ങനെ കുഞ്ഞാപ്പി ഇതാ കഞ്ഞി കൊടുക്കുകയാണ്. അമ്മ കുഞ്ഞാപ്പി കഞ്ഞി കൊടുക്കുകയാണ്. ഓൾ ഉറങ്ങി എണീച്ച ഒരിതിലാണ്. പിന്നെ ഉണ്ണി ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഉണ്ണി അതാ അവിടെ നിൽക്കുന്ന ഉണ്ണിനെ കണ്ടോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വന്നപ്പോൾ നമുക്കാണ് ഒരുവിധം മലയാളികൾ ഇഷ്ടംപോലെ മലയാളികളുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും മലയാളികളുണ്ടാവും. ഉണ്ണി ഇതാ. പിന്നെ ചേച്ചി ലിജീഷ് ചേട്ടന് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തു തരാം, നിങ്ങൾ നിൽക്കി. വാ, നിങ്ങൾ നിൽക്കി, നിങ്ങളെ എടുത്തരാം ഫസ്റ്റ്. ഉണ്ണി നിങ്ങൾ രണ്ടാളും ഗ്യാപ്പ് ഇട്ടോളൂ. ഉണ്ണീൻ്റെ നടുവ് കേട്ടോ. അടിപൊളി അടിപൊളി. അപ്പോൾ ഇതാ ഞാൻ ഉണ്ണീൻ്റെ അയ്യോ നല്ല തണുപ്പാ ചേച്ചി, നല്ല തണുപ്പാ. പാൻറ് പൊക്കേണ്ടി വരുമോ? നല്ല സുഖം, അടിപൊളി. കല്ല് കിട്ടിയോ? ചേച്ചിയുടെ വരി പാൻറ് പൊന്തിക്കൊന്നും വേണ്ട, അതിനത്ര നനയൂല. വരി വാ ലീ. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ ചൂടായി, കാല് ഉണങ്ങി പോവാ. വാ, ആ ഷൂ വായിച്ചിട്ട് വാ, വാ ചേച്ചിയെ, നല്ല സുഖമുണ്ട്. വാ, ഷൂ നനയ്ക്കണ്ട, ചെരുപ്പിടാനാ നടക്ക. ഇവിടെ എത്തിയ കാല് ഉണങ്ങൂ. ഉണങ്ങുന്നില്ലേ? ചൂടില്ലേ? ഉണങ്ങുന്നുണ്ട്. വാ ചേച്ചിയെ, എന്തൊരു മടിയാ. ആ പാൻറ് പോയില്ല, ഇവിടെ വെയിലാ, ചൂട ഉണങ്ങും, വേഗം ഉണങ്ങും. വാ, ആണോ? വാ ചേച്ചി, നല്ല സുഖല്ലേ? ട്ടോ പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങളൊക്കെ ഞാൻ ഓക്കെ. എങ്ങനെ അങ്ങോട്ട് പോകും ഞാൻ? ബസ്സുണ്ടോ? അടിപൊളി.
അല്ലേച്ചി ഇങ്ങോട്ട് വന്നേക്കാട് സ്പീഡിൽ നിങ്ങൾ ആടെ എത്തിയല്ലോ. തണുപ്പുണ്ടല്ലേ? ലീശേട്ടൻ എന്ത് കൂളായിട്ട് ഉണ്ണി ഇങ്ങോട്ട് വാ, നോക്കണേ. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി 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 പെഹൽഗാം. ഞങ്ങളിതാ അങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ നല്ല പ്ലേസ് ആട്ടോ, സമയം പോകുന്ന അറിയില്ല. നിങ്ങൾക്ക് സമയം ഇവിടെ വന്നത് കുറഞ്ഞു പോയോ തോന്നുന്നു. കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാമായിരുന്നെന്നുണ്ട്. പക്ഷേ ഡ്രൈവർ വിളിക്കാൻ തുടങ്ങി, ലേറ്റായി, അടുത്ത സ്ഥലം പോകണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. അടിപൊളി സ്ഥലം കേട്ടോ. യെസ്, അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പെഹൽഗാമിലെ ഈ സ്ഥലത്ത് നിന്ന് പോവാണ് അടുത്ത പോയിന്റിലേക്ക്. ഈ പോയിന്റിൽ നിന്ന് ഇനി അടുത്ത 3 പോയിൻറ്റ്സാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ഇനി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ ശരിക്കും 12:30 മുതൽ 3:30 വരെ ആയിരുന്നു ടൈം പറഞ്ഞിരുന്നത്, ആ ടൈം. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല ലേറ്റായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല, ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് പറയാം. ഓക്കെ, അയ്യോ പ്ലേസിലെത്തിയിട്ടുണ്ട്. പെഹൽഗാമിൽ തന്നെയുള്ള ഇതാട്ടോ ഞങ്ങൾ അടുത്ത് വന്ന സ്ഥലം. അടുത്ത് വന്നു വെച്ചാൽ പെഹൽഗാമിൽ തന്നെയുള്ള അടുത്ത പോയിന്റ്. പക്ഷേ ഇത് വെറുതെ, ഇത് വലിയൊരു സുഖമല്ല കാണാൻ. നേരത്തെ സ്ഥലത്തിനെ അപേക്ഷിച്ചത് ഒന്നുമല്ല. നേരത്തേതാണ് അടിപൊളി സ്ഥലം. അവിടെ കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ വന്നിട്ട് വെറുതെ ആയി. ഞങ്ങൾ അധികം നേരമൊന്നും ഇവിടെ നിന്നിട്ടില്ല, തിരിച്ചു പോവാണ്. കാരണം അധികം കാണാനൊന്നുമില്ല. പിന്നെ ഐ ലവ് കാശ്മീരിൽ പോയി ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നോക്കി മേലെയുള്ളത്. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന നേരം കണ്ടിരിക്കണേ. ഞങ്ങൾ അന്നേരം തിരിച്ചു വരുമ്പോൾ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ വെയിലാണെന്നും പറഞ്ഞ് പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതാ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാൽ അടിപൊളി വ്യൂ ആട്ടോ.
बस पहलगाम के वहीं राज भाई ना लोग सा खाना स्नार में मेरा भी गलती तमने नंबर तो ऐसे आता हूँ साच ऊड़ी छुट्टी ना चुनो सर साच ऊड़ी यूंटस में ऊड़ी नुमा खबर काय मिक्स सूरत साच मुसलमान मगर ഇതാ ഞങ്ങളിതാ തിരിച്ചു വരുന്ന വഴിക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ. അപ്പോൾ ഇതാട്ടോ ഞങ്ങളെ വണ്ടി. ചേച്ചി ഇവരിവിടെ ആപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. കുടിച്ചില്ല. അപ്പോൾ ഞങ്ങളിതാ പഹൽഗാമൊക്കെ പോയി വന്നിരിക്കുകയാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയി. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് ടയർഡായി ഭക്ഷണം കഴിച്ച് നേരെ ഒന്ന് ഫ്രഷായി കിടക്കണം. അപ്പം പഹൽഗാമിൽ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.